കോഴിക്കോട് ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും അതുപോലെ തിരുവനന്തപുരത്തും കൊല്ലത്തുനിന്നുമല്ല സങ്കടങ്ങൾ പറയാനും വിഷമങ്ങൾ തീരാനും മമ്പറത്തേക്ക് വണ്ടി കയറി വരേണ്ട ആവശ്യം എന്താണ്? മറവൂരിലേക്ക് വണ്ടി കയറി പോകേണ്ട ആവശ്യം എന്താണ്? ഉള്ളാളത്തേക്ക് വണ്ടി കയറി പോകേണ്ട ആവശ്യം എന്താണ്? പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് തീർത്ഥാടനം നടത്താനുള്ള മൂന്നേ സ്ഥലങ്ങൾ മാത്രമേ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളൂ. അതൊന്നും മക്കച്ചാണ്. ഒരു വഖ്ത് നിസ്കാരത്തിൽ 1,00,000 ഇരട്ടി കൂലി അവിടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒന്ന് മദീനത്താണ് മസ്ജിദ് നബവിയിലാണ് ഒരു വഖ്ത് നിസ്കാരത്തിൽ 1000 ഇരട്ടി കൂലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒന്ന് ബൈത്തുൽ മുഖദ്ദസാണ് മസ്ജിദുൽ അഖ്സയാണ്. ഇതല്ലാത്ത ഒരു സ്ഥലത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യം പ്രതീക്ഷിച്ചുള്ള ഒരു യാത്ര പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ നാടിന്റെ നാലാമൂലകളിൽ നിന്നും ഈ പറയുന്ന മമ്പുറത്തേക്കും ഈ പറയുന്ന മടവൂരിലേക്കും ഈ പറയുന്ന ഉള്ളാളത്തേക്കും എല്ലാം വരുന്നത് എന്താണ്? വെറുതെ പണം നഷ്ടം. മഹാന്മാരുടെ മഖബറുകൾ സിയാറത്ത് ചെയ്യാൻ പോകുന്നത് തെറ്റാണെന്നും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ച കാര്യമാണെന്നും പറയാൻ വേണ്ടിയിട്ട് 3 പള്ളികളിലേക്കല്ലാതെ നിങ്ങൾ യാത്ര പുറപ്പെടരുത് എന്നുള്ള ഹദീസിനെ പച്ചയായി ദുർവ്യാഖ്യാനിക്കുകയാണ് ഇയാൾ. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഫതുൽ ബാരിയിൽ പറയുന്നത് കാണാം. വമിൻഹ അന്നൽ മുറാദ ഹുക്മുൽ മസാജിദ് ഫഖത്ത്. ഈ 3 പള്ളികൾക്ക് പ്രത്യേക ശ്രേഷ്ഠതയും പദവിയും ഉണ്ട്. ആ പള്ളികളിലേക്ക് പോയാൽ പ്രത്യേക കൂലിയും കിട്ടും. ബാക്കിയുള്ള പള്ളികളൊക്കെ ഒരേപോലെയാണ്. അപ്പൊ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ തിരുവനന്തപുരത്തുള്ള ഒരു പള്ളിയിലേക്ക് പോവുക, അവിടെ നിസ്കരിച്ചാൽ കൂടുതൽ പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകരുത്. അങ്ങനെ പോവുകയാണെങ്കിൽ ഈ 3 പള്ളികളിലേക്കേ പോകാൻ പാടുള്ളൂ. നേരെ മറിച്ച് ഇതിലെവിടെ സിയാറത്തിന് പോകരുത് എന്ന്, ഇതിലെവിടെ മമ്പറത്തേക്ക് പോകരുത് എന്ന്, ഇതിലെവിടെ ബാപ്പാനെ സന്ദർശിക്കാൻ പോകരുത് എന്ന്, ഇതിലെവിടെ പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് യാത്ര പോകരുത് എന്ന് ഇല്ല എന്ന് മാത്രമല്ല, അത് വ്യക്തമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ലിസിയാറത്തി സ്വാലിഹിൻ ഔ ഖരീബിൻ ഔ സ്വാഹിബിൻ ഔ ത്വലബി ഇൽമിൻ ഔ തിജാറത്തിൻ ഔ നുസ്ഹത്തിൻ ഫലാ യദ്ഖുലു ഫിന്നഹി. ഒരാൾ ഇൽമു പഠിക്കാൻ വേണ്ടി പോകുന്നു, ഒരു സ്വാലിഹായ മനുഷ്യനെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോകുന്നു, അതുപോലെ തന്നെ ഒരു കൂട്ടുകാരനെ കാണാൻ വേണ്ടി പോകുന്നു. ഇതൊന്നും ഈ നഹിയിൽ, ഈ വിരോധനയിൽ പ്രവേശിക്കുകയില്ല. ഈ ഹദീസ് വെച്ചുകൊണ്ട് ഖവാരിജിയാക്കൾ ഇതേ വാദം ഉന്നയിച്ചിരുന്നു എന്ന് മഹാനായ ഇമാം ബുജൈരിമി റളിയല്ലാഹു അൻഹു പറയുന്ന ആ ഇബാറത്താണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഈ 3 സ്ഥലങ്ങളല്ലാത്ത മറ്റുള്ള സ്ഥലത്തേക്ക് സിയാറത്തിന് വേണ്ടി പോകുന്നത് ഈ ഒരു വിരോധനയിൽ പെടുകയേയില്ല. എന്റെ സയ്യിദായ അഹ്മദുൽ ബദവി തങ്ങളെ ഞാൻ സിയാറത്ത് ചെയ്യാൻ പോകും പോലെ വഹുവൽ വലിയുൻ. കാരണം ഞാൻ സന്ദർശിക്കാൻ പോകുന്ന ഒരു സ്ഥലത്തെ അല്ല, ആ സ്ഥലത്തുള്ള ആളെയാണ്. അദ്ദേഹം വലിയാണ്. ലാലിൽ മക്കാനി, ആ സ്ഥലം സന്ദർശിക്കാനല്ല ഞാൻ പോകുന്നത്. അവിടെ അങ്ങനെ ഒരു മഹാൻ ഇല്ലായിരുന്നെങ്കിൽ ആരും അങ്ങോട്ട് പോകുമായിരുന്നില്ല. മമ്പുറത്തൊരു മഹാൻ ഉണ്ടായതുകൊണ്ടാണ് മമ്പറായത്, മടവൂരായത്. അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമല്ല. അവിടത്തേക്ക് ആളുകൾ പോകുന്നത് ആ മക്കീനിനെ പരിഗണിച്ചുകൊണ്ടാണ്, മക്കാനിനെ പരിഗണിച്ചുകൊണ്ടല്ല. ഖിലാഫൽ ബഅദിൽ ഖവാരിജികളിൽ നിന്ന് ചില ആളുകൾക്ക് എതിരായിട്ട് ഹൈസു തമസ്സകു ബിലാഹിൽ ഹദീസി, ഈ ലാഹിറിനെ തെളിവാക്കിയവർ അല അദമി സന്നി സിയാറത്തിൽ ഔലിയായി ബഅദ മൗതിഹിം. ഔലിയാക്കളുടെ അവരുടെ മരണശേഷം സിയാറത്ത് ചെയ്യാൻ പാടില്ല, അത് സുന്നത്തില്ല എന്നതിന്റെ പേരിൽ ഖവാരിജിയാക്കൾ തെളിവുപിടിച്ചത് ഈ ഹദീസാണ് എന്ന് പറയുന്നത് ആരാണ്? ഇമാം ബുജൈരി റളിയല്ലാഹു അൻഹു. സമസ്തക്കാർ ഇവിടെ വ്യാഖ്യാനിച്ചതല്ല. ഖവാരിജിയാക്കളുടെ പിന്മുറക്കാരാണ് ഇവരെന്നതിന്റെ വ്യക്തമായ ഒരു തെളിവ് കൂടി ആണിത്. നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് മുതലുകൾ.